പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്ക ഇന്ന് സമാനതകളില്ലാത്ത നയതന്ത്ര സൈനിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാനുമായുള്ള സംഘർഷങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ അതിരൂക്ഷമായ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ കേവലം ഒരു ചതുരംഗക്കളി എന്ന് വിശേഷിപ്പിച്ച് ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പൂർണ്ണ തോതിലുള്ള സൈനിക അധിനിവേശത്തിന് മുതിർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്ന് സാമ്പത്തിക സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പിൻവാങ്ങാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. നാവിക സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനിലെ സാധാരണ ജനങ്ങളെ ഞെക്കിപ്പിഴിയാനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ നിയന്ത്രണം അമേരിക്കൻ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. കടലെടുക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം തുറപ്പിക്കാമെന്ന ട്രംപിന്റെ മോഹങ്ങൾക്ക് മേൽ ഇറാൻ കടുത്ത വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യയിൽ നാവിക വ്യൂഹത്തെ വിന്യസിച്ചിട്ടും ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഒമാൻ മുഖേന നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ഭാഗിക നിയന്ത്രണം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലാണ് അമേരിക്ക. ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് രാജ്യത്തെ ആഭ്യന്തരമായി തകർക്കാനും പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും സുപ്രീം നേതാവ് മൊജ്തബ ഖമേനിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാൻ നേതൃത്വം ഒറ്റക്കെട്ടായി അമേരിക്കൻ അധിനിവേശത്തിനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്നു. വിദേശ ശക്തികൾ തങ്ങൾക്കിടയിൽ വിടവുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിച്ച് സ്വതന്ത്ര പരമാധികാരവും വിപ്ലവ മൂല്യങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ ജനത ഒന്നടങ്കം ഉറച്ചു നിൽക്കുന്നു. അമേരിക്കൻ ഭീഷണികൾക്ക് മറുപടിയായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ മുഹമ്മദ് ബാഖർ സോൾഖാദർ വ്യക്തമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാനെയോ അതിന്റെ ജനങ്ങളെയോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ പാടില്ലെന്നതാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ. കൂടാതെ ഇറാനെതിരെ മാത്രമല്ല ലബനൻ, ഗാസ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ അധിനിവേശ വിരുദ്ധ സഖ്യകക്ഷികൾക്കെതിരെ അമേരിക്കയും സഖ്യശക്തികളും നടത്തുന്ന നിയമവിരുദ്ധ യുദ്ധങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും പശ്ചിമേഷ്യയിൽ നിന്ന് സൈനിക ശക്തിയെ പൂർണ്ണമായി പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിയമവിരുദ്ധ ഉപരോധങ്ങൾ കാരണം ഇറാൻ ഉണ്ടായ ശതകോടികളുടെ നഷ്ടപരിഹാരം നൽകണമെന്നും വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. മുൻപൊരു ആണവ കരാറിന് മാത്രം മുന്നോട്ട് വെച്ചിരുന്ന ഈ ഉപാധികൾ ഇന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള പ്രാഥമിക വ്യവസ്ഥകളാക്കി മാറ്റാൻ ഇറാന് സാധിച്ചു എന്നത് അവരുടെ നയതന്ത്ര വിഷയമാണ്. യുദ്ധഭീഷണികൾ കൊണ്ടോ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ ഒരു ജനതയുടെ സ്വതന്ത്ര ബോധത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധ പോരാട്ടമാണ് ഇറാൻ കാഴ്ചവെക്കുന്നത്.